നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സുബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഞ്ഞിരപ്പള്ളിയിലുള്ള എല്ലാവർക്കും ജാതി മതഭേദമന്യേ അക്കരപ്പള്ളി തിരുനാൾ ആശംസകൾ. അക്കരയമ്മയുടെ പെരുന്നാളിൻ്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുന്നു. അക്കരയമ്മയുടെ പെരുന്നാൾ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടി അതും പറയണ്ടേ. രണ്ടുപേരും എൻ്റെ അമ്മമാരല്ലേ, രണ്ടും ഒരുപോലെ എന്നെ പറയുന്നത്. ഒന്നെൻ്റെ അമ്മ, സ്വന്തം അമ്മ, മറ്റേത് സ്വന്തം തന്നെ അമ്മ. ഇതൊക്കെ എന്തിനാ ഞാനിങ്ങനെ പറയുന്നത് നോക്കുമല്ലോ. എനിക്കിങ്ങനെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറയുന്ന സ്വഭാവം, അത് വേണ്ടപ്പെട്ടവരോട് പ്രത്യേകിച്ചും. ഇപ്പം നിങ്ങളെന്നെ എൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ. പെരുന്നാളാണെങ്കിൽ ഇന്ന് അക്കരപ്പള്ളിയിലെ പ്രദക്ഷിണമാണ്. ഇതിലെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ വലിയ കാഞ്ഞിരപ്പള്ളിക്കാർക്ക്, ഇപ്പം വിദേശത്തും സ്വദേശത്തുമായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു കാര്യമാണ് അക്കരപ്പള്ളിയിലെ പെരുന്നാളും പ്രദക്ഷിണവും എല്ലാം. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഷോപ്പും ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളെല്ലാം അക്കരമ്മയെ എതിരേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ കാണിക്കുക. ഞാൻ സാധാരണ അക്കരപ്പള്ളി പ്രദർശനത്തിൻ്റെ ഒന്നും വീഡിയോ ഇടാറില്ല. പക്ഷേ ഞാൻ വീഡിയോ ഇടുന്നത് ഭയങ്കര ഉഴപ്പാണെന്നാണ് പൊതുവെയുള്ള എല്ലാവരും പറയും. ആരും പറിച്ചില്ല കേട്ടോ. വീഡിയോ ഇടാണ്ടില്ല, സംക്രാന്തിക്ക് ഇടുന്നുള്ളൂ, ഉഴപ്പാ അങ്ങനെ ഇങ്ങനെ ആ പേരൊന്ന് കളഞ്ഞേക്കാൻ നോക്കിയിട്ടാണ്. അതുകൊണ്ടായിരുന്നു കൊച്ചൊരു വീഡിയോ. ഈ സാരി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഇത് റീസ്റ്റോക്ക് ആണ്. ഈ സാരി ഇതിൻ്റെ ഈ കളേഴ്സ് തന്നെയായിരുന്നു അന്ന് വന്നതെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. ഭയങ്കര ഡിമാൻഡുള്ള കളേഴ്സാണ്. ഇതെന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് തപ്പിയെടുക്കുന്നത് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബനാറസി ബോർഡർ വരുന്ന നല്ല സൂപ്പർ ഡ്യൂപ്പർ സാരി കണ്ടോ. ഇതാണ് താഴത്തെ ബോർഡർ. താഴത്തെ ബോർഡറിന് മുകളിലത്തെ ബോർഡറിനെ കഴിഞ്ഞും ഒരു കുറച്ചും കൂടി വീതി കൂടുതലുണ്ട്. മുകളിലത്തെ ബോർഡർ ഇതാ ഇങ്ങനെ. ഇതിപ്പോൾ ഒരു എവിടെ കാണിക്കുന്നു, ഇതിപ്പോൾ ഒരു മുന്തിരി കളർ കേട്ടോ. മുന്താണിയാണ് അവിടെ, എനിക്ക് കാണത്തില്ലല്ലോ. അങ്ങാടിയുടെ മുന്നേ കയറി നിൽക്കും. അപ്പോൾ ക്യാമറ പിടിക്കാനാണ് ക്യാമറ പിടിക്കാൻ അല്ല, വീഡിയോ പിടിക്കാൻ. മുന്താണി ദേണ്ട ഇത് കണ്ടോ. മുന്താണി ഇങ്ങനെ. ഇത് സാരി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. നല്ല ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാരി ആയിരുന്നു ഇത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ്. ഇങ്ങനെ ബുട്ട. ഇതിപ്പോൾ ഇത് ക്രീമിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബേജ് എന്ന് പറയാല്ലേ, കളറിന് ഷെയ്ഡിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബേജ് പേസ്റ്റൽ ചാർട്ടായിട്ട് കൂട്ടിയാൽ മതി. ഭയങ്കര ഭംഗിയായിട്ടുള്ള സാരി. ഇനി ബ്ലൗസ് കാണിക്കാം. ഇതാണ് ബ്ലൗസ്. അയ്യോ, ഞാൻ ബ്ലൗസ് എടുക്കട്ടെ. ഇതാണ് ബ്ലൗസ്. എൻ്റെ കയ്യിലെ ബ്ലൗസ്. ഇതാണ് ബ്ലൗസ്. ആ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡർ വരുന്ന ബ്ലൗസ്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. അതിൻ്റെ വളരെ കുറച്ച് കളർ ചാർട്ടുകളെ നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. ഉള്ളത് ഞാനങ്ങ് കാണിക്കുക. അപ്പം എവിടെ കാണിച്ചാൽ, ഷോപ്പിലാണെങ്കിലും ഓൺലൈനാണെങ്കിലും എവിടെ കാണിച്ചാലും വൻ ഡിമാൻഡുള്ള സാരിയാണ്. ഈ റേറ്റിന് വളരെ വർത്തുമാണ്. പീച്ചും ബോഡിക്ക്, എല്ലാത്തിൻ്റെയും ബോഡിക്ക് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇവിടുത്തെ ബോർഡറിൻ്റെ ഷെയ്ഡ് മാത്രമേ മാറുന്നുള്ളൂ. പീച്ച് എന്താണ് വന്നിട്ട് ഇങ്ങനെ. ചിരിക്കണ്ടെന്നോ പിന്നെ കരയണോ? ഓക്കെ, എനിക്കിഷ്ടമില്ല ചിരിക്കലെന്നൊക്കെ പറയുന്നത്. കേൾക്കുന്നതാണ് എനിക്ക് ദേഷ്യം. ഇതുണ്ടോ, ഇത് വരും ബ്ലൗസ്. ആ കയ്യിൽ ആ ബോർഡറൊക്കെ വെച്ച് ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ. അടുത്ത കളറിൻ്റെ ഇത് കണ്ടാൽ തോന്നും ആദ്യം കാണിച്ചത് സെയിം ആണ്. വ്യത്യാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ടാസിൽ തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടാണ് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് കരുതുന്നത്. നിങ്ങൾ ഏതായാലും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വേണ്ടതിൻ്റെ. ഇത് കണ്ടോ, മറ്റേതിൻ്റെ ടാസിൽ ഡാർക്കായിരുന്നു, ഇതിൻ്റെ ടാസിൽ ലൈറ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡ്. ഇതും ലാവണ്ടർ ടാസിലിൻ്റെ കാര്യമാണ് ലാവണ്ടർ എന്ന് പറഞ്ഞത്. ഈ മുന്താണിക്കും ബോർഡറിനും വന്നിരിക്കുന്നത് മുന്തിരി കളർ തന്നെയാണ്, ഗ്രേപ്പ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയില്ലേ, ഇത്ര നേരം കണ്ടത് കോൺട്രാസ്റ്റ് അല്ലേ. ഇനി കോൺട്രാസ്റ്റ് അല്ല, സെൽഫ് ഡിസൈൻ വരുന്നത്. ചിലർക്ക് അതാണ് ഇഷ്ടം. ചിലർക്ക് കോൺട്രാസ്റ്റ് ബോർഡറിനൊരു കളറും ഇതിനൊരു കളറും ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്, നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. കണ്ടോ, ആ മുന്തിരി കളർ ഫുള്ളായിട്ട് വന്നു. ബാക്കിയൊന്നും വ്യത്യാസമില്ല. കളറിനകത്ത് മാത്രമേ സ്വന്തമുണ്ട് ബോർഡർ ഇങ്ങനെ.
നല്ല ബനാറസി ബോർഡർ, ബോഡി ഇങ്ങനെ, എന്താണ് ഇങ്ങനെ നല്ല ഇതാണ് കളറിൻ്റെ. ബ്ലൗസ് സെയിം തന്നെ, സെൽഫാണ്. കാണിക്കാം ബഹളം വയ്ക്കാതെ. ഇത് ബ്ലൗസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് ബോർഡർ. എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു. ഒരേ സാരി തന്നെ ഒത്തിരി പ്രാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ടോ? ബ്ലാക്ക് നല്ല കളറായിട്ട് അടി, നല്ല ഡീപ്പ് ബ്ലാക്കാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. മുമ്പേ കാണിച്ച സാരി തന്നെ സെയിം തന്നെ, പ്ലെയിൻ ബ്ലാക്ക് വരും. എന്നിട്ട് ബ്ലൗസ് വരുമ്പോൾ ബോർഡറുമായിട്ട്. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ്. സെയിം ആണോ? അല്ലേ? നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്പർ കൂട്ടി അയക്കാവുള്ളൂ. നമ്മൾ നമ്പർ വെച്ചിട്ടാണ് ഓർഡർ എടുക്കുന്ന ഒരു ഡെയിലി സാരി ഇല്ല. ചിലപ്പോൾ ഒരുപോലൊക്കെ തോന്നിക്കും ഒരേ സാരി തമ്മിൽ. ചെറിയ സൂക്ഷിച്ച് നോക്കുമ്പോഴേ ഉള്ളൂ ചെറിയ വ്യത്യാസങ്ങൾ അറിയത്തുള്ളൂ. ബോർഡറിലോ ഡിസൈനിലോ ഒക്കെ ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് തോന്നുന്നത്. പക്ഷെ ഒറ്റനോട്ടത്തിൽ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നോന്നൊക്കെ തോന്നുക. ഇതും മുന്തിരി കളറിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡ്. ബ്ലൗസ് സെയിം തന്നെ, പ്ലെയിൻ വരും. ഗോൾഡൻ ഷെയ്ഡ്, നല്ല കളർ. കളർ കിട്ടുന്നില്ലേ? നല്ല ഗോൾഡൻ ഷെയ്ഡാണ്. ഫംഗ്ഷന് നല്ല ഇതാണ്. നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഗോൾഡൻ ആണെന്ന് പറഞ്ഞാൽ ഗോൾഡിനെ കഴിഞ്ഞും ചേരുന്നത് മുത്തും പവിഴവും മരവും മാണിക്കൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, ഓരോരുത്തർക്ക് ഇഷ്ടം. നല്ലതാണെന്ന് തോന്നുന്നു. ഗോൾഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ടാണ് ഗോൾഡായി പോകും. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ഗോൾഡ് പെയിന്റ് അടിക്കേണ്ടി വരും. അത്രയ്ക്ക് ഒരു ഇതായി പോകും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പറയുന്നതാണ്, തോന്നുന്നത് പറയുന്നതേ ഉള്ളൂ. ആരൊക്കെ ഇഷ്ടം, എല്ലാവരും ഇതാണ് ബ്ലൗസ്. സ്വർണ്ണസാരിയാ, സ്വർണ്ണസാരി കൊടുത്താൽ സ്വർണ്ണമായി മാറുമോ? ഇതിൻ്റെ കളറ് ചോക്ലേറ്റ് കളർ. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ലൈറ്റ് ചോക്ലേറ്റ് ആണോ ഡാർക്ക് ചോക്ലേറ്റ് ആണോ? ചോക്ലേറ്റ് ഷെയ്ഡാണ്. നല്ല പേസ്റ്റൽ ചാർട്ട് വരുന്നു. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. അതുമല്ല എപ്പോഴും വരുന്നൊരു സാരിയല്ല, നമ്മളെപ്പോഴും കണ്ട് മടുത്ത ഒരു സാരി. അല്ലെങ്കിൽ ബനാറസി ബോർഡറും ഈ റേറ്റും ഇതിൻ്റെ സ്റ്റഫും എല്ലാം കൂടെ നല്ലതാണ്. പിന്നെ നിങ്ങൾ സാരി ഫോൾ വെക്കണം. ഉടുക്കുമ്പോൾ സാരി ഫോൾ വെച്ചിട്ട് കൊടുത്താലേ അതിനൊരു കുറേ കൂടെ ഭംഗി, ഇരട്ടി ഭംഗി കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വീഡിയോ. എനിക്ക് കുർത്തിയുടെ കുറച്ച് കാണിക്കണമെന്നുണ്ട്. കുർത്തിക്ക് ഭയങ്കര ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തോ ഈ കുർത്തി കാണിക്കാത്തേ, ഇങ്ങനെ തന്നെ ചോദിക്കുന്നു. എന്തോ ഒരു മെസ്സേജാണ്, കുർത്തി എന്തോ കാണിക്കാത്തേ. കുർത്തിയുടെ അവിടെ ഇവിടെ ഒക്കെ ഇച്ചിരിച്ച കാണിച്ചിട്ടും ഇതൊക്കെ എൻ്റെ പൊന്നെ 12 കൊല്ലം പഴക്കമുള്ള കുർത്തി കേട്ടോ. അല്ലാതെ ഇതെന്നാ കാണിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. ഇത് ഞാൻ പഴയ കുർത്തി ഞാൻ എങ്ങനെ കാണിക്കും? എൻ്റെ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് കണ്ടൊക്കെയുള്ള കുർത്തിയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.